ഇന്നും നമുക്കൊരു വാക്യം ധ്യാനിക്കാം. സദൃശവാക്യം 14 അധ്യായം 1 വാക്യം. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവൾ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. എത്ര നല്ലൊരു വാക്യം ധ്യാനിക്കാം. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണി. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവൾ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. നമ്മൾ ഭോഷത്വമുള്ളവരായിരിക്കാതെ ജ്ഞാനമുള്ളവരായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ജ്ഞാനമുള്ളവരുടെ ഹൃദയം ജ്ഞാനമായി നിൽക്കുവാൻ യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. യഹോവഭക്തിയോടായിരിക്കാം. യഹോവ എൻ്റെ പരിപാലകൻ, മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നമുക്ക് ബുദ്ധി തരുന്നു, ജ്ഞാനം തരുന്നു, അറിവ് തരുന്നു. ആ യഹോവ തരുന്ന ബുദ്ധിയോട് നമ്മൾ ജീവിക്കുവാൻ നമ്മൾ ആയിരിക്കാം. ഏതവസ്ഥയിലും നമ്മൾ വചനം ധ്യാനിക്കാം. ആ വചനം നമ്മളെ ദീർഘായുസ്സോടെ മാനിക്കും. വചനം നമ്മളെ പുലർത്തുന്നു, നമ്മളെ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളും അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്ന അനുഭവം വരാതിരിക്കാൻ നമ്മളെ തന്നെ സൂക്ഷിക്കാം. എൻ്റെ ജീവിതത്തിലും ഞാൻ പല വേളകളിൽ ഞാൻ കലങ്ങും. ദൈവമേ, ഞാൻ ഭവനം പണിയുന്ന ഒരു മകളാക്കി തീർക്കണമേ ഞാൻ യാചിക്കാറുണ്ട്. ഭവനം പണിയുന്ന ഒരനുഭവം. നമ്മൾ ഭവനം പണിയുന്നവരായി തീരാം. ഭവനം പണിയുന്ന കൂട്ടത്തിലായി തീരാം. പൊളിച്ചു കളയുന്ന കൂട്ടത്തിലല്ല, ഭവനം പണിയുന്ന അനുഭവത്തിൽ നാം ആയിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ 14 സദൃശവാക്യം മൊത്തം വായിച്ചാൽ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കുന്ന എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ 31 സദൃശവാക്യങ്ങളിൽ കണ്ടാൽ നമ്മൾക്ക് വായിക്കാൻ പറ്റും. സദൃശവാക്യം 31 അതിൻ്റെ ലാസ്റ്റ് വാക്യമുണ്ട്. ലാവണ്യ വ്യാജവും സൗന്ദര്യം വ്യർത്ഥമാകുന്നു, യഹോഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പീൻ, അവളുടെ സ്വന്തം പ്രവൃത്തികൾ പട്ടണവാതിൽക്കൽ അവളെ പ്രശംസിക്കട്ടെ. എത്ര നല്ലൊരു വാക്യം. എൻ്റെ മദർ ഉദാഹരണമാണ്. സ്ത്രീകളിൽ ജ്ഞാനമായി നിൽക്കുന്നത് കൊണ്ട് ഭവനം പണിയുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ലോകയാത്രയിൽ ലാവണ്യം വ്യാജവും സൗന്ദര്യം എല്ലാം വ്യർത്ഥമാകുന്നു. ആൾക്കാരവർക്ക് സൗന്ദര്യം കണ്ടാണ് മോഹിക്കാതിരിക്കുക. നമ്മളെ തന്നെ കർത്താവ് സൂക്ഷിക്കേണ്ടതാണ്. യഹോഭക്തിയുള്ള സ്ത്രീ പ്രശംസിക്കപ്പെടും. യഹോഭക്തിയുള്ള സ്ത്രീയായിരിക്കാൻ നമ്മളെ സഹായിക്കട്ടെ. ഈ 31 പ്രോസ് മൊത്തമായി വായിക്കുമ്പോൾ നമ്മൾ സ്ത്രീ എങ്ങനെ നിൽക്കണം, സ്ത്രീയായവൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതുണ്ട്. സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്കിട്ടും അവളുടെ വില മുത്തുക്കളിലും ഏറും. അതാണ് എൻ്റെ വാക്യം. മുത്തുക്കളിലും ഏറുന്ന അനുഭവം, മുത്തുക്കളിൽ ഏറുന്ന ഒരു അനുഭവം നമ്മൾ കാണുവാൻ ഇടയാകും. ഈ വാക്കുകളാൽ ഈ ദിവസം കഥ നമ്മളെ പുലർത്തട്ടെ.